നമ്മുടെ കേരള യുവജന സമ്മേളനത്തിൻ്റെ പ്രധാന കവാടം കടന്നു വന്നാൽ ഉടനെ വലതുഭാഗത്ത് കാണാൻ കഴിയുന്നതാണ് ഫുഡ് കോർട്ടിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി കൂടിയായിട്ടുള്ള അബൂബക്കർ മാസ്റ്റർ പടിക്കൽ നമ്മളോട് സംസാരിക്കും. SYSൻ്റെ പ്ലാറ്റിനം ഇയർ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ഫുഡ് കോർട്ടിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന 10,000-ഓളം വരുന്ന പ്രവർത്തകന്മാർക്ക് നമ്മുടെ വ്യത്യസ്ത ജില്ലകളിൽ പ്രവർത്തകന്മാർ കൃഷി ചെയ്തും ശേഖരിച്ചും അവർ വാങ്ങിയ വിഭവങ്ങൾ, ആ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സൗജന്യമായ ഭക്ഷണം അവർക്ക് 3 ദിവസം നൽകുകയാണ്. അതേസമയത്ത് ഈ സമ്മേളന ഗ്രൗണ്ടിലേക്ക് ഒരുപാട് ഈ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത പ്രവർത്തകന്മാരും അതേപോലെ തന്നെ പൊതുജനങ്ങൾ കടന്നു വരും. അവർക്ക് ശുദ്ധമായ വൃത്തിയുള്ള വിഷരഹിതമായ ഭക്ഷണം കിട്ടണം എന്ന ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഫുഡ് കോർട്ട് രൂപപ്പെടുത്താൻ നമുക്ക് താല്പര്യമുണ്ടായത്. നമുക്ക് ഫുഡ് കോർട്ടിൻ്റെ അകത്തളൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നു. അപ്പോൾ മാഷ് പറഞ്ഞതുപോലെ തന്നെ 10,000-കണക്കിന് പ്രതിനിധികളാണ് സമ്മേളനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിനിധികൾക്കുള്ള സ്ഥിര പ്രതിനിധികൾക്കുള്ള ഭക്ഷണം അത് നമ്മുടെ ക്യാൻറ്റീൻ വഴി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിലേറെ ആളുകൾ ഇവിടെ ഓരോ ദിവസവും ഈ സമ്മേളനം വീക്ഷിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. അതുപോലെ നമ്മുടെ എക്സ്പോ വീക്ഷിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. പൊതുജനങ്ങൾ എത്തുന്നുണ്ട്. അവർക്ക് നല്ല ഭക്ഷണം നൽകുക, അത് ഉറപ്പുവരുത്തുക, നല്ല ഭക്ഷണമാണെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യങ്ങളോട് കൂടിയാണ് SYSൻ്റെ സംസ്ഥാന കമ്മിറ്റി ഫുഡ് കോർട്ട് എന്ന പ്ലാനിന് രൂപം നൽകിയിട്ടുള്ളത് എന്നാണ് മാഷ് സംസാരിച്ചത്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഇത്രയും ഫുഡ് സ്റ്റാളുകൾ ഇതെല്ലാം ഇവിടുത്തെ പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി തയ്യാറാക്കിയതാണെന്നാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിലെ സ്റ്റാളുകൾ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ചായ മുതൽ നമുക്ക് ലഘുഭക്ഷണം, അതേപോലെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ അടക്കമുള്ള എല്ലാ സാധനങ്ങൾക്കുമുള്ള സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത് പ്രധാനമായും നമ്മുടെ പ്രവർത്തകന്മാരാണ്, നമ്മുടെ അനുഭാവികളാണ്, നമ്മുടെ ഈ സമ്മേളനവുമായി സഹകരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇവിടെ കയറിയിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാം. അത് കൃത്യമായി നമ്മുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നിർമ്മിച്ചുകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. എല്ലാം ലൈവാണ്. ആർക്കും അത് കണ്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാവുന്ന ഒരു പ്രധാന സ്റ്റെപ്പാണ്, ഒരു സമ്മേളനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സ്റ്റെപ്പായിട്ടാണ് നമ്മളിതിനെ സംവിധാനിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു ഗുണം ഇവിടെ കാണുന്നുണ്ട്. വളരെ ക്രൗഡ്, ഇന്നലെയൊക്കെ ഇവിടെ കാലുകുത്താനിടയില്ലായിരുന്നു. ആ തരത്തിൽ ഇന്നും സമ്മേളനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് വലിയ ജനക്കൂട്ടം ഇവിടെ വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ജനങ്ങളത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം കണ്ടുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനം കണ്ടുകൊണ്ട് ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു എന്നത് ഒരു സമ്മേളന സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായും നമ്മുടെ ഈ ഒരു പദ്ധതിയുടെ വിജയം അതിവിടെ വിസിബിളാണ്. 2 ദിവസമായി ഇവിടെ ഭയങ്കര തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമ്മേളനത്തിലേക്ക് എത്തുന്ന പൊതുജനങ്ങളാവട്ടെ മറ്റാരാവട്ടെ ആർക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു ആശങ്കയോ യാതൊരു മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാശങ്കയും ആവശ്യമില്ല. ഭക്ഷണങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. നിങ്ങൾ സമ്മേളനത്തിലേക്ക് എത്തിയാൽ മാത്രം മതി.